ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വീണ്ടും ഈ മാസത്തെ പി എൽ ചെക്ക് ചെയ്യാനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ലാസ്റ്റ് 1 ഇയർ കസ്റ്റം ഡേറ്റ് റേഞ്ച് നമുക്ക് എടുക്കാം. കസ്റ്റം ഡേറ്റ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള ഡേറ്റ്, അല്ലെങ്കിൽ നമുക്ക് മാർച്ച്, ശരിയാണ്, ഇന്ന് മെയ് 1 അപ്പോൾ മെയ് 1 വരെയുള്ള ഡേറ്റ്സിലുള്ള നമുക്ക് ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എത്ര രൂപ ജനറേറ്റ് ചെയ്തു. ഞാൻ ഓൾമോസ്റ്റ് ഒരു 75,000 ക്യാപിറ്റൽ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം തൊട്ട് നമ്മൾ ഒരു ക്യാപിറ്റൽ എമൗണ്ട് കൂട്ടി എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിയിട്ട് വേണം നോക്കാനുള്ള ഒരു പ്ലാനിലും കൂടി ഉണ്ട്. ഈ ഒരു 4 മാസം ഒരേ ക്യാപിറ്റൽ വെച്ച് ഓടിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ലിങ്ക് ജനറേറ്റ് ചെയ്തു, പ്രിവ്യൂവിൽ നോക്കിയാൽ കാണാം. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മളൊരു 28,567 റുപ്പീസാണ് പി എനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്, പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് മന്ത് ഒരു ചെറിയ പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ, കാരണം അത്രയും ലോസുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ പ്രോഫിറ്റിലാവണത് നമ്മുടെ ഒരു റിസ്ക് റിവാർഡിന്റെ ഗുണം കൊണ്ടാണ്, വിൻ റേറ്റ് അല്ല. വിൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എത്തും, കാരണം 1:2, 1:3, 1:1.5 ഒക്കെ എടുക്കുന്നവർക്ക് വേഗം കിട്ടുമായിരിക്കും. പക്ഷെ ഞാനൊരു മിനിമം 1:5, 1:6 റിവാർഡ് എത്തിയാൽ മാത്രമാണ് ട്രേഡിൽ നിന്ന് ഇറങ്ങാറുള്ളൂ, അല്ലാണ്ട് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാറില്ല. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് അത്ര റെഡ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി ഗ്രീൻസിന്റെ എണ്ണം വെച്ച് നോക്കും. പക്ഷെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന സാധനം കൂടുതലായതുകൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റ്, ഇത്രയും ലോസ് അടിച്ചിട്ട് നമ്മൾ പ്രോഫിറ്റിലേക്ക് ആവാനുള്ള കാരണം. നമുക്ക് കാണാൻ എത്രയാണ് ഈ മാസത്തെ എൻ്റെ പ്രോഫിറ്റ്. പിന്നെ നമുക്ക് ഈ ഒരു ജാനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്ത് 75,000 വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു VN-ലും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ജാനുവരി 1 പോകാം. ഓക്കെ, ലിങ്ക് ജനറേറ്റ് ചെയ്യുന്നു. നമുക്ക് കാണാം ഡേറ്റ് മെയ് 1, ജാനുവരി 1 ആണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് കാണാം എൻ്റെ ഓവറോൾ ഒരു പ്രോഫിറ്റബിൾ എത്രയായിരുന്നത്. ഞാൻ ഫുൾ ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 മാസം ആകുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ചെറിയ ഇതിൽ നിന്ന് തുടങ്ങി എങ്ങനെയുണ്ടെന്ന് നോക്കി അവസാനം ഞാൻ ഇപ്പോൾ ഏപ്രിലോടുകൂടി ഫുൾ ക്യാപ്പ്, എൻ്റെ ഉണ്ടായിരുന്ന ക്യാപ്പ് ഫുൾ ഉപയോഗിച്ചിട്ടാണ് മാർച്ച് ഏപ്രിൽ ട്രേഡ് ചെയ്തത്. മാർച്ചിലും കാണാൻ ചെറിയ പ്രോഫിറ്റ് ഉണ്ടാകാനും നമ്പർ ഓഫ് ലോസസ് ഡേയ്സ് കൂടുതലാണ്. ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഗ്രീനിന്റെ എണ്ണങ്ങൾ എല്ലായിടത്തും കുറവാണ്. അത് കുറവുള്ളത് കൊണ്ട് ആയിട്ട് കാര്യമില്ല, നമുക്ക് ഒരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണ്ടോ, അത് പ്രോപ്പറായിട്ട് ഒരു പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റണ്ടോ എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ മെയിൻ സാധനം. അതുകൊണ്ടാണ് ഇതിൽ വിൻ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഗ്യാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ പ്രോഫിറ്റ് ഇട്ട് എന്തൊക്കെ ഇറങ്ങുക, ലോസ് എപ്പോഴും അടിപ്പിക്കുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റിലാവില്ല. നമ്മളൊരു കൃത്യമായ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ പ്ലാൻ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാൻ, കൺസിസ്റ്റന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതൊരാൾക്കും ട്രേഡർ ആവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയില്ല, എനിക്ക് മനസ്സിലായത്തോളം അത് അങ്ങനെയാണ്. ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെയാണ് ഒരു ട്രേഡർ പ്രോഫിറ്റബിൾ ആവണേ എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പക്ഷെ അല്ലാത്ത ട്രേഡേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മൾ പറയുന്നത്, നമ്മൾ വേറെ ആരെയും താഴ്ത്തി പറയുന്നൊന്നല്ല. ഇങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇതായിരിക്കാം, ഇതാവാതിരിക്കാം, അറിയില്ല. എൻ്റെ ഒരു മെത്തേഡും എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസും, ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആവുക എന്നാണ്. പക്ഷെ പലർക്കും പല സ്ട്രാറ്റജിയും പല മെത്തേഡുകളും ആയിരിക്കും. ചിലർക്ക് ഭയങ്കര വിൻ റേറ്റ് ആയിരിക്കും, ചിലപ്പോൾ അത്രയും റിസ്ക് റിവാർഡ് ഉണ്ടാവില്ല. ചിലർക്ക് വിൻ റേറ്റ് കുറവായിരിക്കും, റിസ്ക് റിവാർഡ് കൂടുതലായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് അത് ട്രേഡ് ചെയ്യുക, ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക. ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും നമ്മൾ ഇമോഷണലി അതിൽ നിന്ന് ഡിറ്റാച്ച് ആവണോടത്താണ് വിൻ ചെയ്യണത്. ഇപ്പൊ ഇത്രയും ക്യാപിറ്റൽ ഇത് എനിക്ക് ഇമോഷണലി അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത ക്യാപിറ്റൽ വരുമ്പോൾ അതിൻ്റെതായ എന്താണെന്ന് അറിയില്ല. പക്ഷെ അത് അങ്ങനെ നമ്മളെപ്പോഴും ക്യാപിറ്റലിന്റെ പുറത്തും പ്രോഫിറ്റിന്റെ പുറത്തും നമ്മൾ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. നമ്മൾ ട്രസ്റ്റ് ദ പ്രോസസ് എന്നാണ് എപ്പോഴും പറയുന്നത്. അതായത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഗ്രാജുവലി നിങ്ങൾ പ്രോഫിറ്റബിൾ ആവും എന്നുള്ളതാണ്. അല്ലാണ്ട് കുറെ കോഴ്സ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ കുറെ സ്ട്രാറ്റജി പഠിച്ചാലൊന്നും ആരും പ്രോഫിറ്റബിൾ ആവില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. സ്ട്രാറ്റജി അല്ല, സ്ട്രാറ്റജി ഒരു 20% ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിലാക്കി വേണം ട്രേഡ് ചെയ്യാൻ. ട്രേഡിങ് എപ്പോഴും അങ്ങനെയാണ്. ട്രേഡിങ് ഒരു പ്രോസസ്സിനെ വിശ്വസിച്ച്, ആ സിസ്റ്റത്തെ വിശ്വസിച്ച്, ആ സിസ്റ്റം ഫുള്ളായിട്ട് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പഠിക്കുന്നിടത്താണ് ഇതിൽ നിങ്ങൾ വിൻ ചെയ്യുള്ളൂ. അല്ലാത്ത കേസായിട്ട് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെയാണ് വിൻ ചെയ്യുള്ളൂ. അല്ലാത്തവർ വിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമുക്ക് മനസ്സിലായിടത്തോളം ഇതാണ് നമുക്ക് സെറ്റപ്പ്. കാരണം ഇത്രയും നാള് നമ്മൾ ഇതിന്റെ പുറത്ത് എങ്ങനെ പ്രോഫിറ്റബിൾ ആവാം എന്ന് മനസ്സിലാക്കാൻ എടുത്ത സമയം ഇത്രയായിരുന്നു. പക്ഷെ ഇത് പലരും റിയലൈസ് ചെയ്യുമ്പോൾ പല പോയിന്റിലെങ്കിൽ ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് വർഷങ്ങൾ എടുക്കും. അതൊക്കെ അതിൻ്റെതായ സെൻസിലേ പോകുള്ളൂ, നമുക്കൊന്നും പറയാൻ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ഇനി ഇത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഞാൻ എല്ലാ മാസവും അപ്ഡേറ്റ് ചെയ്യുന്നത്.
താങ്ക് യു.